ഇനി ഈ നിമിഷം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ്. സെക്രട്ടേറിയറ്റ് മാർച്ചിനെ തുടർന്നുണ്ടായ ആക്രമണ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി കമലേഷ് ചേരുന്നു. കമലേഷ്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കരിങ്കൊടി പ്രതിഷേധ മാർച്ചിനെ സംബന്ധിച്ചാണോ ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്? എവിടെ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്? അറസ്റ്റ് ചെയ്ത രാഹുലിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹരിത, നേരത്തെ ഉണ്ടായ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമവുമായി ബന്ധപ്പെട്ട കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ടയിലെത്തി, അതായത് ഇവിടുത്തെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് പത്തനംതിട്ടയിലെത്തിയാണ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാഹുലിനെ ഉടൻ തന്നെ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മളിപ്പോൾ ബന്ധപ്പെട്ടിരുന്നു. രാഹുലിനെ ഒരുപക്ഷെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള സാധ്യതയില്ല, രാഹുലിനെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ റിമാൻഡിലാണ്, ജയിലിലാണ് കഴിയുന്നത്. സ്വാഭാവികമായും രാഹുലിനെയും റിമാൻഡ് ചെയ്യുന്ന നടപടിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പത്തനംതിട്ടയിൽ എത്തിയാണ് കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ ഇവിടെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ രാഹുലിനെ എത്തിക്കും. മറ്റ് തുടർ നടപടികളെല്ലാം തന്നെ അതിനുശേഷമായിരിക്കും ഉണ്ടാവുക. ഹരിത.